தெய்வமே நன்னி 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 இயேசுவே. வா തുറക്കട്ടെ, വാ തുറക്കട്ടെ പ്രിയമുള്ളവരെ, വാ തുറക്കട്ടെ. പോരാ പോരാ, ശക്തിയോട് ശക്തിയോട്. ഓ, ആരാധനയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ കരുണ അഭിഷേക തീയായി ഓരോ ആളുകളിലും വ്യാപരിക്കുന്നു. ആമേൻ. ഉള്ളുകൾ ഉണർത്തപ്പെടുന്ന ദിവ്യ ശക്തിയാൽ ഉള്ളുകൾ ഉണർത്തപ്പെടുന്ന. വാടക്കരുത്, വാടക്കരുത്, വാടച്ച് നിൽക്കരുത്. പൊമ്മയെപ്പോലെ നിൽക്കരുത്. പൊമ്മയെപ്പോലെ പൊമ്മയുടെ മുമ്പിൽ പോയി നിന്ന് നിങ്ങളിൽ അനേകർ ശീലിച്ച ആളുകളാണ്. പൊമ്മയെപ്പോലെ നിൽക്കരുത്. നമ്മുടെ ദൈവത്തിൽ ജീവനുണ്ട്. അവൻ ജീവനായകൻ. The Bible says Christ is the author of life. എല്ലാവരും എല്ലാവരും ശക്തിയോടെ ശക്തിയോടെ സ്തോത്രം പറയുക. നമ്മുടെ സ്തുതിയിൻ മധ്യയിൽ ആവസിക്കുന്ന തമ്പുരാൻ, ഇസ്രായേൽ ജനത്തിന്റെ സ്തുതിയിൻ മധ്യയിൽ ആവസിക്കുന്ന തമ്പുരാൻ, ദൈവജനത്തിന്റെ സ്തുതിയിൻ മധ്യയിൽ വന്ന് ആവസിക്കുന്ന മഹാഭയങ്കര ദൈവം. ഓ റബ്ബ ജനശാലദം ധനദബ. കൃപ 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 ഓരോ ആളുകളിലും. ദൈവമേ, ഒരു മനുഷ്യന്റെ പ്രസംഗം കേൾപ്പാനല്ല അങ്ങയുടെ മക്കൾ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇൻപസ്വരം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം കരുണയാൽ കേൾപ്പിക്കണം. അങ്ങ് അരുളി ചെയ്യണം. ഞങ്ങൾ കേൾക്കുന്ന യേശുനാമത്തിൽ നല്ല ദൈവമേ, ആമേൻ. സഭാപ്രസംഗി 12:13. எல்லாற்றின்றையும் சாரம் கேட்குக, எல்லாற்றின்றையும் சாரம் கேட்குக. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. എല്ലാറ്റിൻ്റെയും സാരം ദൈവഭയം. ഭയപ്പെടുക, അവൻ്റെ ശബ്ദം പ്രമാണിക്കുക. വേദം சொல்லுகிறது, காரியங்களின் கடைத்தொகை, காரியங்களின் கடைத்தொகை மனுஷா நீ கேள். தேவனுக்கு பயந்து அவர் கற்பனைகளை நீ கைக்கொள். எல்லா மனுஷர் மேலும் விழுந்த கடமை அதுவே. The Bible says, conclusion of everything, fear God and keep God's commandment. This is the whole duty of man. Amen.
66 புஸ்தகங்களையும் ரத்தின சுருக்கமாய் கலக்கி ஒரு சிப் எடுத்தது போல உள்ள சொர்ண லிபிகளால் எழுதப்பட்ட சுருக்கமாய பயங்கர வசனமான தெய்வம் நமக்கு குறிவாக்கியமாய் தந்தது. ഇത് പ്രസംഗിക്കുന്ന ഞാൻ ഭാഗ്യവാൻ, കേൾക്കുന്ന നിങ്ങളും ഭാഗ്യവാന്മാർ. ആമേൻ, ആമേൻ. സകല മനുഷ്യർക്കും വേണ്ടത്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടത് എന്നല്ല, പള്ളിക്ക് പോകുന്നവർക്ക് വേണ്ടത് എന്നും അല്ല. It's the duty of the whole humanity. സകല മനുഷ്യർക്കും വേണ്ടത് 10 പണമല്ല, സകല മനുഷ്യർക്കും വേണ്ടത് പഠിത്തമല്ല, സകല മനുഷ്യർക്കും വേണ്ടത് ഭംഗിയുള്ള ശരീരമല്ല, സകല മനുഷ്യർക്കും വേണ്ടത് പാർപ്പിടമല്ല, സകല മനുഷ്യർക്കും വേണ്ടത് ഭക്ഷണമല്ല. ദൈവം തമ്പുരാൻ അരുളി ചെയ്യുന്നു, കേട്ടുകൊള്ളുക, സകല മനുഷ്യർക്കും വേണ്ടത് ദൈവഭയം. ആമേൻ, ആമേൻ. ദൈവത്തെ ഭയപ്പെടുവിൻ, അവന്റെ പ്രമാണം അനുഷ്ഠിപ്പിൻ. ഇതാകുന്നു എല്ലാറ്റിൻ്റെയും സാരം, കാര്യങ്ങളിൻ കടൈത്തൊകை. The essence of every truth. അവനെ ഭയപ്പെടുക, എല്ലാവരും ഭയപ്പെടുക. ഇത് കേൾക്കുമ്പോൾ ഭക്തൻ ദാവീദ് മറുഭാഗത്തിൽ ഉള്ളിൽ ദുഃഖത്തോട്, മനസ്സിൽ വിഷനത്തോട്, മനസ്സാക്ഷിയിൽ ആതങ്കത്തോട് എഴുതുന്ന, ദൈവഭയം എല്ലാവർക്കും ഇല്ലല്ലോ, ദൈവഭയം എല്ലാവർക്കും ഇല്ലല്ലോ. സങ്കീർത്തനം 36:1, റോമർക്ക് എഴുതിയ ലേഖനം 3:18. എല്ലാവർക്കും ദൈവഭയമില്ലല്ലോ. ദുഷ്ടന്റെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ലല്ലോ. എല്ലാവർക്കും വേണ്ടത് ദൈവഭയം. ഒരു ഏസാവ്, ഒരു നിമ്രോദ്, ഒരു നെബുക്കദ്നേസർ, ഒരു ഹെരോദാവ് രാജാവ്, ഒരു ഫറവോൻ. ബൈബിളിൽ അനേക കഥാപാത്രങ്ങൾ ഉണ്ട്. ദൈവത്തോട് മത്സരിച്ച് മണ്ണോട് മണ്ണായവർ. അപ്പൻ വചനം ധ്യാനിക്കുന്നവൻ, അപ്പൻ്റെ വീട് ഭക്തിയുടെ ഭവനം, അപ്പൻ അധ്വാനിക്കുന്നവൻ, അപ്പൻ ഭയപ്പെടുന്നത് ദൈവത്തെ മാത്രം. ഇസഹാക്ക്, ആ ഇസഹാക്കിൻ്റെ വീട്ടിൽ ആദ്യമായി വന്ന് ജനിച്ചത് ഒരു ഡിഫറൻറ്റ് ക്യാരക്ടർ. ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഗർഭത്തിൽ പരാക്രമം കാണിച്ചവൻ. ബൈബിൾ അവനെ വിശേഷിപ്പിക്കുന്നത് ഇവൻ അഭക്തൻ. പേര് ഏസാവ്, അഭക്തൻ. അഭക്തൻ ജനിച്ച നാൾ മുതൽ മണ്ണോട് ചേരുന്ന നാളിക വരെ അവൻ്റെ നാക്ക് ഒരു നാൾ പോലും ദൈവമേ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. എല്ലാവർക്കും ദൈവഭയം ഇല്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 8-ാം വചനത്തിൽ വേറൊരു ആളിനെ കുറിച്ച് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പേര് നിമ്രോദ്. ഭൂമിയിലെ ആദ്യ വീരൻ എന്നാണ് ബൈബിൾ അവനെ വിശേഷിപ്പിക്കുന്നത്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഭക്തിയില്ലാത്തവൻ, ദൈവത്തെ ഭയപ്പെടാത്തവൻ, തൻ്റെ മസിൽ പവർ കൊണ്ട്,
തൻ്റെ മസിൽ പവറിനോട് ഒരു ഡീൽ ഉണ്ടാക്കി സ്വർഗത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് അവന് കലക്കിക്കളഞ്ഞ് ചിതറടിച്ചു. അവൻ നമ്പുതുമ്പായി, ദൈവഭയമില്ലാത്തവൻ. കർത്താവിൻ്റെ പ്രവാചകൻ മഹാഭയങ്കര ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിച്ച ഭക്തൻ, പേര് മോശെ. Let my people go. 8 പ്രാവശ്യം ഫറവോന്റെ കൊട്ടാരത്തിൽ ചവിട്ടി കർത്താവിൻ്റെ ശബ്ദം കേൾപ്പിച്ച് God says, let my people go and serve God in wilderness. എൻ്റെ ജനത്തെ മരുഭൂമിയിൽ ചെന്ന് ദൈവത്തെ ആരാധിപ്പാൻ വിട്ടയക്ക. ഇതാണ് ദൈവശബ്ദം. 8 പ്രാവശ്യം അടിച്ചോടിച്ചു. ഫറവോൻ മോശെ 8 പ്രാവശ്യം അടിച്ചോടിച്ചു. എന്നിട്ടും മോശെ ദൈവബലത്തിൽ ഉറച്ചു നിന്ന് ലെറ്റ് ഗോഡ്സ് ചിൽഡ്രൻ ഗോ, ലെറ്റ് ദം ബി ഫ്ലഡ്, ലെറ്റ് ദം ബി ഫ്രീഡ്, അവരെ വിട്ടയക്കുക. ഫറവോൻ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഹൃദയത്തെ കഠിനപ്പെടുത്തി ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് നിന്റെ ദൈവം ആർ? ഭയങ്കരമാണ്. അവൻ ആർ? ഒട്ടും ദൈവഭയമില്ലാത്ത ഫറവോൻ. അവനും അവൻ്റെ ആളുകളും ചെങ്കടലിൻ്റെ മണ്ണ് വന്ന്. ആമേൻ. ഏശാ ഭയമില്ലാത്തവൻ. ആദ്യ വീരൻ നിമ്രോദ് ഒട്ടും ദൈവഭയമില്ലാത്തവൻ. കിങ് ഫറവോൻ ഒട്ടും ദൈവഭയമില്ലാത്തവൻ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഈ ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായ 4 സാമ്രാജ്യങ്ങളിൽ തലയായ സാമ്രാജ്യം ദ കിങ്ഡം ഓഫ് ബാബേൽ. ദ കിങ്ഡം ഓഫ് ബാബേൽ. ബാബേൽ സാമ്രാജ്യത്തിൻ്റെ തലമൂത്ത ബലത്ത രാജ നബുക്കദ്നേസർ. അവനൊരു തൊങ്കുതോട്ടം നിർമ്മിച്ച് തൻ്റെ ഭാര്യയുടെ പുകഴ്ച പ്രാപിക്കാൻ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദാനിയേൽ പ്രവചനം 4-30 വചനത്തിൽ ഞാൻ പണിത ബാബേൽ, എൻ്റെ ധനമഹാത്മ്യത്തിനായി ഞാൻ പണിത ബാബേൽ, എൻ്റെ പ്രതാപ മഹത്വത്തിനായി ഞാൻ പണിത ബാബേൽ. ഒട്ടും ദൈവഭയമില്ലാത്തവൻ. അവൻ കാളയെപ്പോലെ പുല്ലു തിന്നേണ്ടി വന്ന്. സഹോദരങ്ങളെ, നന്മ വേണമോ, ഉയർച്ച വേണമോ, ശ്ലാഘ്യം വേണമോ, സമാധാനം വേണമോ, രോഗസൗഖ്യം വേണമോ, ദീർഘായുസ് വേണമോ, നിന്റെ തലമുറ ഇറക്കാതിരിക്കണമോ, ഈ സത്യ ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക. അതാണ് സകല മനുഷ്യർക്കും വേണ്ടത്. നിന്റെ അധ്യാപകൻ ദൈവത്തെ ഭയപ്പെടുന്ന ആളാണോ, നീ ഭാഗ്യവാൻ. നിന്റെ ഭർത്താവ് ദൈവത്തെ ഭയപ്പെടുന്ന ആളാണോ, നീ ഭാഗ്യവതി. നിന്റെ ഭാര്യ ദൈവത്തെ ഭയപ്പെടുന്ന ആളാണോ, സഹോദര, നീ ഭാഗ്യവാൻ. നിന്റെ വാർഡിൻ്റെ മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ ദൈവത്തെ ഭയപ്പെടുന്ന ആളാണോ, നിങ്ങളുടെ കുടുംബം ഭാഗ്യമുള്ളത്. നിന്നെ ഭരിക്കുന്ന ഭരണകർത്ത യഥാർത്ഥ ദൈവത്തിൻ്റെ തേജസ് കണ്ട് ബൈബിൾ കയ്യിലെടുക്കുന്ന ആളാണോ, നിന്റെ രാജ്യം ഭാഗ്യമുള്ളത്. സർവർക്കും വേണ്ടത്, ഐ റിപ്പീറ്റ്, ഞാൻ ആവർത്തിക്കുന്നു, ഭക്ഷണമല്ല, 10 പണമല്ല, പഠിത്തമല്ല, ഭംഗിയുള്ള ശരീരമല്ല, നല്ല പാർപ്പിടമല്ല, ദൈവഭയം. ആമേൻ. എന്താണ് ദൈവഭയം? ദൈവഭയം എന്നാൽ എന്താണ്? 2-3 സ്തോത്രം 4-5 പാട്ടും പാടി ശരീരമിട്ട് ആട്ടുന്നത് അല്ല, അല്ലവേ അല്ല, അല്ലവേ അല്ല. മോശെ ഇസ്രായേൽ ജനത്തിന്
പഠിപ്പിക്കുന്ന പുറപ്പാട് പുസ്തകം 20:20 നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിങ്കലുള്ള ഭയം, അതാണ് ദൈവഭയം. ആമേൻ, ഹല്ലേലൂയ. ദൈവഭയം എന്നാൽ എന്താണ്? നിന്നെ പാപം ചെയ്യാതെ നിനക്ക് ദൈവം തരുന്ന ഒരു കവചം, അതാണ് ദൈവഭയം. പാപം നിന്നെ കൊല്ലും. സദൃശവാക്യം 5-ാം അധ്യായം 22-ാം വചനത്തിൽ, യെസെക്കേൽ പ്രവചനം 18-ാം അധ്യായം 4-ാം വചനത്തിൽ, യെസെക്കേൽ പ്രവചനം 18-ാം അധ്യായം 20-ാം വചനത്തിൽ, ഐസയ പ്രവചനം 59 2-ാം വചനത്തിൽ, റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം വചനത്തിൽ, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വചനത്തിൽ, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വചനത്തിൽ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വചനത്തിൽ ഒരേ കാര്യം വീണ്ടും വീണ്ടും ദൈവം തമ്പുരാൻ നമ്മോട് പഠിപ്പിക്കുന്നു. നീ ചെയ്യുന്ന പാപം നിന്നെ കൊല്ലും. അതിൽ നിന്ന് സംരക്ഷിക്കുവാൻ ദൈവം നിനക്ക് തന്നിരിക്കുന്ന കവചത്തിൻ്റെ പേരാണ് ദൈവഭയം. പാപം ചെയ്യാതിരിപ്പാൻ ദൈവത്തിങ്കലുള്ള ഭയം. ഒന്ന്, എന്താണ് ദൈവഭയം? യോബ് തൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോബ് 28:28 എഴുതുന്നു, ദൈവഭയം തന്നെ ജ്ഞാനം. ആമേൻ. ദൈവഭയം തന്നെ ജ്ഞാനം. God's fear. Fear on God, the Bible says, itself is wisdom. പൂവ സിബ്ര അന്ന് ഈജിപ്തിലെ പ്രസിദ്ധമായ 2 മരുത്തുവച്ചികൾ അല്ലെങ്കിൽ സൂതികർമ്മിണികൾ രാജാവ് കട്ടൻഡ്രയായി കൽപ്പിക്കുന്നു. നിങ്ങൾ സൂതികർമ്മം നോക്കുമ്പോൾ ജനിക്കുന്നത് എബ്രായ ആൺകുട്ടികളാണെങ്കിൽ കൊന്നുകളയണം, അതിനെ വിട്ടുവെക്കരുത്. പ്രസവം നോക്കുമ്പോൾ ജനിച്ചു വീഴുന്നത് യഹോവ ദൈവത്തിൻ്റെ എബ്രായ ആൺകുട്ടികളാണെങ്കിൽ അപ്പോൾ കൊന്നുകളയണം. The Bible says the midwives Sipra and Pua trembled God. എബ്രായർ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വചനത്തിൽ ഈ സൂതികർമ്മിണികൾ മഹാസത്യ ദൈവത്തെ ഭയപ്പെട്ട്, ആ ഭയം ജ്ഞാനമാണ്. ആ ദൈവഭയം തന്നെ ജ്ഞാനം. ദൈവത്തെ ഭയപ്പെട്ടപ്പോൾ രാജാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് ജ്ഞാനം നൽകി. അങ്ങനെയല്ല രാജാവേ, നമ്മുടെ മിസ്രൈമിലെ അമ്മമാരെ പോലല്ല എബ്രായ സ്ത്രീകൾ തിറമുള്ളവർ. they are mighty, they are powerful, they are active. നമ്മുടെ പെണ്ണുങ്ങളെ പോലല്ല ദൈവത്തെ വിശ്വസിക്കുന്ന ആ സ്ത്രീകൾ, എബ്രായ സ്ത്രീകൾ തിറമുള്ളവർ. ഞങ്ങൾ പ്രസവം എടുക്കാൻ പോകും മുമ്പ് അവർ പ്രസവിച്ച് കഴിക്കുന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ട് അവരിൽ ഉണ്ടായിരുന്ന ദൈവഭയം ജ്ഞാനം നൽകി. ആമേൻ. ദൈവഭയം. മൂന്നാമത് ഒരു ഭക്തന്റെ സ്വഭാവം. സദൃശവാക്യം 8-ാം അധ്യായം 13-ാം വചനത്തിൽ, സദൃശവാക്യം 16-ാം അധ്യായം 6-ാം വചനത്തിൽ, hate evil, that is godliness. പാപത്തെ വെറുക്കുക, പാപത്തെ വെറുക്കുന്ന സ്വഭാവം ഉള്ളവരായി ഇരിക്കുക, അതാണ് ദൈവഭയം. ഭക്തൻ ജോസേഫ്, നമുക്ക് സംഭവം അറിയാം. ഉൽപ്പത്തി പുസ്തകം 39-ാം വചനത്തിൽ പാപം ചെയ്ത് സുഖിപ്പാൻ ഒരു സന്ദർഭം ലഭിച്ചിട്ടും
അയ്യോ, ഞാൻ എൻ്റെ ദൈവത്തിന് വിരോധമായി എങ്ങനെ ഞാൻ അക്രമം കാണിക്കും? തൻ്റെ ഉടുതുണി നഷ്ടപ്പെട്ടിട്ടും അവൻ തൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടാതെ കാത്ത് ഓറ ബാലജൻ ധനദബ ലഞ്ചന ശാലദ റഗ്ഗ. ദൈവഭയം ഭക്തന്റെ സ്വഭാവം. ദൈവഭയം തന്നെ ജ്ഞാനം. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഒരു കവചമാണ് ദൈവഭയം. നാലാമത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സതിസവാക്യം 28:14 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന എപ്പോഴും ദൈവഭയത്തോടിരിക്കുക, അതാണ് നിന്റെ ഭാഗ്യം. ആമേൻ. എപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇംഗ്ലീഷ് ബൈബിൾ സേസ് ഇറ്റ് ഈസ് ബ്ലെസ്സഡ്. ഇറ്റ് ഈസ് ബ്ലെസ്സഡ്. അതിൻ്റെ അർത്ഥം എപ്പോഴും ദൈവഭയത്തോട് ഇരിക്കുന്നത് അവന് അനുഗ്രഹം. ആമേൻ. ദൈവഭയം ഒരു കവചം. ദൈവഭയം ഭക്തന്റെ സ്വഭാവം. ദൈവഭയം തന്നെ ജ്ഞാനം. ദൈവഭയം ഒരു അനുഗ്രഹമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ പൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ അഗ്നി 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 അഗ്നി. ഇടുപ്പിലെ കെട്ട്, ഇടത് കൈ മസിലിൽ കെട്ട്, കഴുത്തിലെ മന്ദിരമാല, വലത് കാൽ ഫുട്ടിൻ്റെ മുകളിൽ, കാൽ കണ്ണിൽ കെട്ട്. അങ്ങനെ 4 രീതിയിലുള്ള 21 ആളുകളെ കർത്താവ് കാണിക്കുന്നത്. ഇപ്പോൾ പൊട്ടിച്ച് കളയണം. ഓ റബ, ഇപ്പോൾ പൊട്ടിക്കണം. അല്ലെങ്കിൽ നിന്റെ സമാധാനത്തെ ദൈവം പൊട്ടിക്കും. ബൈബിൾ കയ്യിലെടുക്കണം. വചനം തിന്നണം നീ. റബ ലഞ്ചന. ഇപ്പോ 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 പൊട്ടിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കുക. ടി 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 ടി. ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക. അതാണ് സകല മനുഷ്യർക്കും വേണ്ടത്. ആമേൻ. ദൈവത്തെ ഭയപ്പെടുന്നതിനാൽ നമുക്ക് ലഭിക്കുന്ന ഉപകാരം, പ്രയോജനം എന്താണ്? നമ്പർ 1, ലൂക്കോസ് സുവിശേഷം 1:50 ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. ഇന്നും നാളെയും മറ്റന്നാളുമല്ല. നീയും ഞാനും മരിച്ച് മണ്ണോട് മണ്ണായി ആകുന്ന നാൾ വരെ അല്ല. തലമുറ തലമുറ. ദൈവത്തെ ഭയപ്പെടുന്നവന് ദൈവം തൻ്റെ കരുണയാൽ നമ്മുടെ തലമുറകൾ, എത്ര തലമുറകൾ? പുറപ്പാട് പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 26 നമ്മുടെ 1000 തലമുറകളിൽ ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞിരിക്കും. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. പോരെ, ഇത് പോരെ.
ദൈവത്തെ ഭയപ്പെടുന്നതിനാൽ ലഭിക്കുന്ന ഈ ദൈവത്തെ പ്രസംഗം കേട്ടിട്ട് പോകാൻ ആരും വരരുത്. അത് പ്രശ്നമാകും. കേട്ടനുസരിപ്പാൻ വരണം. അത് അനുഗ്രഹമാകും. ഇന്ന് പല ആളുകളും സ്വർഗത്തിൽ പോകുവാൻ ഇവിടെ ഡീലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യാനോസിനോട് ഒരു ഡീല്, മറിയത്തോടൊരു ഡീല്, തിരുപ്പതിയിൽ ഒരു ഡീല്, ഇടത്തുവയിൽ ഒരു ഡീല്. അവിടെ പോകുമ്പോൾ വാതിൽ അടയ്ക്കും. ഈ പാവങ്ങളെ ട്രംപ് മടക്കി അയച്ച് സ്വർഗത്തിൽ ഡീലുണ്ടാക്കി പോകുന്നവന് അവിടെ നിന്ന് മടക്കി അയക്കത്തില്ല, തീപ്പൊയ്യിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 19:20, 20:10, വെളിപ്പാട് പുസ്തകം 20:14 ക്രിസ്തു ഇല്ലാതെ സുവിശേഷം കേട്ട് അനുസരിക്കാതെ സ്വർഗത്തിൽ ഡീലുണ്ടാക്കി, മനുഷ്യ ഉപദേശത്തിൽ ഡീലുണ്ടാക്കി, നിന്റെ മസിൽ പവറിൽ ഡീലുണ്ടാക്കി സുവിശേഷത്തെ ധിക്കരിച്ച് നിന്ന് വാതിൽ മുട്ടിയാൽ നിന്നെയും എന്നെയും മനുഷ്യർ സകലരെയും ബൈബിൾ ക്ലിയറാണ്, തീ പൊയ്കയിൽ തള്ളിയിടും, മടക്കി വയ്ക്കത്തില്ല. സമ്മന്നൻ ലാസർ, സമ്മന്നൻ അവിടെ പോയി കിടന്നിട്ട് ഒരു ട്രയൽ നടത്തി, എന്നെ ഒന്ന് മടക്കി അയക്കണമേ. കർത്താവ് പറഞ്ഞ് പറ്റത്തില്ല, തീ പൊയ്കയിൽ തള്ളിയിടും. ദൈവത്തെ ഭയപ്പെടുവേൻ, ദൈവത്തെ ഭയപ്പെടുവേൻ. ഭയപ്പെട്ടാൽ സങ്കീർത്തനം നമ്പർ 1 34:9 അവന് ഭയപ്പെടുവിൻ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അവന് ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. അത് മാത്രമല്ല, സങ്കീർത്തനം 37:25 നിന്റെ തലമുറ ഒരു നാളും ഇരക്കേണ്ടി വരികയേയില്ല. പോരാ പോരാ ദൈവജനമേ. രണ്ടാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഷഡ്സവാക്യം 19:23 ദൈവഭയം ജീവகேடுவாகுன்னு தமிழ் வேதாகமம் சொல்லுகிறது. நீ தேவனை பயப்பட்டால் அது ஜீவனுக்கு ஏதுவானது. It tendeth life. Fear on God, the Bible records, it tendeth life. നിന്റെ ആയുസ് നീട്ടിത്തരും. ദുഷ്ടൻ നിന്റെ ആയുസിനെ കൊണ്ടുപോകാൻ കങ്ങണം ഒരുക്കുമ്പോൾ എൻ്റെ ദൈവം അരുളി ചെയ്യും, അവൻ്റെ ആയുസിനെ മാത്രം നീ തുടരുത്. എൻ്റെ ഒരു ബന്ധു, ലോകം അറിയപ്പെടുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ്, ബ്രദർ ഡി അരുൾരാജ്, 35 ആണ്ടുകൾ മറ്റൊരാളിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വച്ച് ഈ വലിയ സുവിശേഷം പ്രസംഗിച്ച് നടന്ന 35 ആണ്ടുകൾ. ജീവൻ, അനുഗ്രഹം ദൈവത്തിനുള്ളത്, ജീവൻ്റെ അനുഗ്രഹം. ഒരു വനിതാ ഇവാഞ്ചലിസ്റ്റ് ഹാർട്ടിൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് പേസ് മേക്കർ ഘടിപ്പിച്ചു. 50 ആണ്ടുകൾ ആ ബൈപ്പാസ് സർജറി ചെയ്ത ശരീരത്തിൽ വെച്ച പേസ് മേക്കർ ഘടിപ്പിച്ചു കൊണ്ട് ദൈവത്തെ സേവിച്ചു. 2 മക്കളെ പ്രസവിച്ചു, കുടുംബം നടത്തി. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദൈവ ഭയം നിന്റെ ആയുസ്സിനെ ദീർഘമാക്കും. 2014 എൻ്റെ മോന് 1.25 വയസ്സ്. 6-7 വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ ചെന്നിട്ട് പിന്നെ ഡയറക്റ്റായി
പോയത് മാനന്തവാടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഒരു ക്രൂസൈഡിൽ പ്രസംഗിപ്പാൻ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് കാറ് മുഖാന്തരം മൈസൂർ റോഡിൽ 9 കർവ് കഴിഞ്ഞ് കൽപ്പറ്റ സമീപിക്കുമ്പോൾ ലിയോ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ ജീവൻ പോയി. ഡോക്ടർ എൻ്റെ ശരീരത്തെ പരിശോധിച്ചിട്ട് അല്പായുസുണ്ട്, ഒരു കുളിയ എൻ്റെ നാക്കിൻ്റെ താഴെ വെച്ച് തന്ന്. ആ കുളിയും വച്ചിട്ട് ആ ക്രൂസൈഡ് ഞാൻ പ്രസംഗിച്ചു. മാനന്തവാടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ആ കുളിയും വച്ചുകൊണ്ട് താക്കീടും അനുഗ്രഹവും വചനവും പ്രസ്താവിച്ച് ഞായറാഴ്ച രാവിലെ പള്ളിയിലും പ്രസംഗിച്ചു. ആയുസ് ദൈവത്തിന് ഉള്ളത്. അതാണ് കിങ് സാലമൻ എഴുതുന്നത് 10:27 യഹോവ ഭക്തി, ദൈവത്തെ ഭയപ്പെടുക, നിന്റെ ആയുസ് കുറയത്തില്ല, കൂടും. ആയുസിനെ ദീർഘമാക്കും. ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറയും. ദൈവത്തെ ഭയപ്പെടുക, നിന്റെ ആയുസ് നീളും. ആമേൻ. എല്ലാം നശിച്ച് ഉച്ചം തല മുതൽ ഉള്ളം കാലുവരെ ചിരങ്ങുകളാൽ ബാധിച്ചു ജീവിതം മുഴുവൻ മനുഷ്യ ആളുകളുടെ നിന്ദയാൽ നിറഞ്ഞ് യോബ് കരയുന്ന ദൈവസന്നിധിയിൽ where are you? അങ്ങാണല്ലോ പറഞ്ഞത് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന ആളെന്ന്. യോബ് 1:1. ആ പുസ്തകം തുടങ്ങുന്നത് ഇവൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ. Where are you? Why it happens to me? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ? 10ൽ 9 എടുത്തിരുന്നാൽ ഞാൻ സഹിക്കും. 10 പേരും പോയല്ലോ. എൻ്റെ മക്കൾ എവിടെ? എൻ്റെ ആരോഗ്യം എവിടെ? എൻ്റെ വീട് എവിടെ? എൻ്റെ കുടുംബ സമാധാനം എവിടെ? ഞാൻ പ്രാപിച്ച മാനം എവിടെ? Where are you? If at all I can find you, I will put my case before your table and argue with you. യോബ് 23:3. എൻ്റെ ദൈവം എവിടെ? Check my integrity. എൻ്റെ പരമാർത്ഥതയെ സ്വർഗമേ അങ്ങയുടെ ഒത്ത തരാസിൽ വച്ച് എന്നെ ഒന്ന് നിറുത്തി നോക്കണമേ. I am clean. As far as I am concerned, I am clean. എന്നെ ഒന്ന് നിറുത്തി നോക്കണമേ. കർത്താവ് പിശാസിനോട് പറയും, അവൻ എൻ്റെ മകൻ, അവൻ്റെ ജീവനെ മാത്രം നീ തുടരുത്. ആമേൻ. യോബ് 2:6-2:7. Touch not his life, is my son. He fears me. അവൻ എന്നെ ഭയപ്പെടുന്നവൻ, അവൻ്റെ ജീവന പ്രാണനെ മാത്രം നീ തുടരുത്. ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ ജീവിതം ഉല്ലാസം, നിന്റെ മക്കളുടെ മക്കൾ 1000 തലമുറ ഉല്ലാസം. ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ ആയുസ് നീളും. ആമേൻ. ഒരു കവചം നിന്റെ പ്രാണനെ ചുറ്റും സ്വർഗത്തിലെ ദൈവം ഒരു കവചം വച്ച് നിന്നെ സംരക്ഷിക്കും. 6ാമത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് മീഖാ പ്രവചനം 5-ാം അധ്യായം 9-ാം വചനത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന് ദൈവം ഒരുക്കി വെച്ച 6ാമത്തെ ഉപകാരം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിന്റെ കൈ നിന്റെ ശത്രുവിന് മേലെ ആയിരിക്കും. ആമേൻ. അവൻ എന്നെ കണ്ട് കാറുതുപ്പി, അവൻ എന്നെ കണ്ട് പരിഹസിച്ചു, അവൻ എനിക്കെതിരായി ഊമക്കത്തെഴുതി, അവൻ എനിക്കെതിരായി പോലീസ് കേസ് കൊടുത്ത്, നീ അവനെ ഭയപ്പെടുന്നത് എന്ത്? നീ എൻ്റെ ദൈവത്തെ ഭയപ്പെടുക. ഭയപ്പെട്ടാൽ മീഖാ പ്രവാചകൻ മുഖാന്തരം സ്വർഗം അരുളി ചെയ്യുന്നു, നിന്റെ കൈ അവൻ്റെ തലയ്ക്ക് മേലാകും. മാത്രമോ അത് തുടർന്നുള്ള വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു.
நீ தெய்வத்தை பயப்பட்டால் நின்ற மக்களுக்கு தெய்வம் சரணம் நல்கும். ஆமென். மீகா பிரவചനം 5:9 நீ தெய்வத்தை பயப்பட்டால் சத்துருவின் தலைக்கு முകളിல் நின்ற கை அதிகாரம். அடுத்த வചനം நம்ம படிப்பிக்கின்ற நின்ற சத்துருக்கள் தெய்வத்தால் சேதிக்கப்படும். ஆமென். இது போரே வேற இனி എന്ത് வேணும்? ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ കിങ് ആസ എന്നുള്ള രാജാവിൻ്റെ ജീവചരിത്രം വായിച്ച് ഞാൻ അമ്പരന്ന് പോയി. ആസ എന്നുള്ള ഭക്തൻ രാജാവിൻ്റെ അപ്പൂപ്പൻ ഒട്ടും ദൈവഭയമില്ലാത്തവൻ. പേര് രഹബിയോം. സാലമന്റെ മകൻ, ദുഷ്ട മനുഷ്യൻ, ദൈവഭയമില്ലാത്തവൻ രഹബിയോം ആസാവിൻ്റെ അപ്പൂപ്പൻ, ഗ്രാൻഡ് ഫാദർ. ആസാ രാജാവിൻ്റെ അപ്പൂപ്പന് ദൈവഭയമില്ല. ആസാ രാജാവിൻ്റെ അപ്പൻ അബിജാ, അവനും ഒട്ടും ദൈവഭയമില്ലാത്തവൻ. അമ്മയോ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 2 ദിനവൃത്താന്തം 15:16 ആസാ രാജാവിൻ്റെ അമ്മയ്ക്കും ഒട്ടും ദൈവഭയമില്ല. അപ്പന് ദൈവഭയമില്ല, അപ്പന് ദൈവഭയമില്ല. അമ്മ വിഗ്രഹം ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കി മടിയിൽ ചെരുകി ആരാധിക്കുന്നവൾ, അവൾക്ക് ദൈവഭയമില്ല. പക്ഷെ ആസാ രാജാവോ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. സന്തോഷമില്ല. കൈകളെ തട്ടി ആമേൻ, ഹല്ലേലൂയ. ശത്രു ആശാവിനെ മടക്കി യുദ്ധം ചെയ്ത് തകർക്കുവാൻ തിരിച്ചു വന്നപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 2 ദിനവൃത്താന്തം 14 8, 9, 10, 11 വചനങ്ങളിലെ ശത്രുവിനോടൊപ്പം 10 ലക്ഷം ആളുകൾ, 10 ലക്ഷം ആളുകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന. ദൈവത്തെ ഭയപ്പെടുന്ന ആസാവിനോടൊപ്പമോ 1/3, 3 ലക്ഷം ആളുകൾ മാത്രം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന 2 ദിനവൃത്താന്തം 14:11 അവൻ ദൈവമുഖം നോക്കി അവൻ നിലവിളിക്കുന്നു. ബലവാനും ബലഹീനനും കാര്യമുണ്ടായാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സഹായിപ്പാൻ ദൈവമേ നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗം തുറന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 2 ദിനവൃത്താന്തം 14:4 ഇവന്റെ നിലവിളിക്ക് സ്വർഗം മറുപടി നൽകി. ദൈവഭയം ശത്രുവിൻ്റെ താവളത്തിൽ വീണ് അവന് പരാജയം ഉറപ്പായി. ആശാ യുദ്ധത്തിൽ ജയിച്ച് വാരി കെട്ടിക്കൊണ്ട് അധ്യായം അങ്ങനെ അവസാനിക്കുന്നു. അവൻ ജെറുസലേമിൽ എത്തിച്ചേർന്ന് ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ. പതുക്കെ സീറ്റിലേക്ക് പോകാം. ഐരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ. ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും ജയം. ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശു രാജൻ ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം എപ്പോഴും. അടുത്ത് ദൈവ ഭയം നമുക്ക് നൽകുന്ന ഉപകാരം. സങ്കീർത്തനം ബൈബിൾ എടുക്കാം.
സങ്കീർത്തനം 25:14. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് അഥവാ തന്നെ ഭയപ്പെടുന്നവർക്ക് ഉണ്ടാകും. ആരാണ് ദൈവം? നിന്നെയും എന്നെയും പോലെ ഒരു മനുഷ്യനല്ല. ചിന്ത മാറ്റണം. മോശെ ഉച്ചരിച്ച ഒരു പദം, എൻ്റെ ദൈവം ഭയങ്കരൻ. ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ ഒരു തുണ്ട് കല്ലല്ല ദൈവം. അവനിൽ ജീവൻ ഉണ്ട്. ദൈവത്തിലുള്ള ഒരു മഹാ സവിശേഷത, ഭയങ്കരത്വം. 1 തിമോത്തിയോസ് 6:16 മനുഷ്യർ ആരും അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം. You cannot approach God. ക്രിസ്തു അല്ലാതെ വേറെ ഒരു വീരനെ കൊണ്ടും ദൈവത്തോട് നമ്മെ അടുപ്പിക്കുവാൻ കഴിയുകയേയില്ല. യോഹന്നാൻ 14:6. താൻ മുഖാന്തരമല്ലാതെ ഒരുവനും യഹോവയോട് അടുത്തു വരുന്നില്ല, ദൈവസന്നിധിയിൽ വരുന്നില്ല. ക്രിസ്തു ഒഴികെ അല്ലാതെ. ക്രിസ്തുവിൽ കൂടി ഭയങ്കരനായ ദൈവം നമുക്കടുത്തു വരുന്നു. കൈകളെ തട്ടി. പുറപ്പാട് പുസ്തകം 19:12. പുറപ്പാട് പുസ്തകം 19:23 സീനായി പർവ്വതത്തിൽ വാസം ചെയ്യുന്ന യഹോവ ദൈവം കൽപ്പിക്കുന്നു, ഞാൻ പാർക്കുന്ന പർവ്വതത്തിൻ അടിവാരം അതിരിടുക, കടന്നു വരുന്ന ഏത് മനുഷ്യനും മരിച്ചു വീഴും. ഞാൻ ഭയങ്കരൻ. പുറപ്പാട് പുസ്തകം 24 ആദ്യ 2 വചനങ്ങളിൽ മഹാപുരോഹിതനോട് പോലും കൽപ്പിക്കാൻ നീ അകന്നു നിൽക്കണം. മോശയ്ക്ക് മാത്രം എൻ്റെ അടുത്ത് വരാം. ആ അവസ്ഥ, ആ സിറ്റുവേഷൻ, നീയും ഞാനും ഈ ദൈവത്തെ ഭയപ്പെട്ടാൽ തലകീഴാ മാറ്റും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവന് സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ദൈവം ഒരു സഖി, ഫ്രണ്ട്, ഒരു ഫ്രണ്ട്. 2 ദിനവൃത്താന്തം 20:7, ഐസ 41:8, യാക്കോബ് ലേഖനം 2:23. ആബ്രഹാമിനെ കുറിച്ച് ദൈവം അരുളി ചെയ്യുന്നു, ആബ്രഹാം എൻ്റെ സ്നേഹിതൻ. പുറപ്പാട് 33:11. മോശെ എൻ്റെ സ്നേഹിതൻ. അതേ സ്റ്റാൻഡേർഡിൽ ദൈവ പൈതലേ, നീ ദൈവത്തെ ഭയപ്പെടുന്ന ആളായാൽ ദൈവം നിന്റെ സ്നേഹിതനായി മാറും. തുറക്കണം, ദൈവത്തെ സ്തുതിക്കണം. എങ്ങനെ ഭയപ്പെടുക? ഈ ദൈവത്തെ എങ്ങനെ ഭയപ്പെടുക? വേദപുസ്തകം ഒരു പ്രമാണം നമ്മെ പഠിപ്പിക്കുന്ന ഒരു മന്ത്രം. സങ്കീർത്തനം 39:5 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, എൻ്റെ ആയുസ്, എൻ്റെ ജീവിതം, എൻ്റെ ആയുസ് ദൈവം മുമ്പായി ഏതുമില്ല. ആമേൻ. ക്ഷണികം, ക്ഷണികം, അല്പം, അരിഷ്ടത. എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഭയങ്കരനായ ദൈവത്തിൻ്റെ മുമ്പായി എൻ്റെ ആയുസ്, സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ഏതുമില്ല. ഏതൊരു മനുഷ്യനും, ഏതൊരു ബലവാനും ഉറച്ചു നിന്നാൽ
ഒരു ശ്വാസമത്രേ. പൗലോസിന്റെ ഭാഷയിൽ ഒരു മനുഷ്യന്റെ ആയുസ് മൺപുര, എപ്പോൾ വേണമെങ്കിലും പൊട്ടും. മൺപുര. 2 കൊരിന്ത്യർ 4:7. മൺപുര. പത്രോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ ഒരു മനുഷ്യന്റെ ആയുസ് കൂടാരം, എപ്പോൾ വേണമെങ്കിലും അഴിഞ്ഞു വീഴും. കൂടാരം. 2 പത്രോസ് 1:13. യാക്കോബ് ലേഖകന്റെ ഭാഷയിൽ, യാക്കോബ് ലേഖനം 4:14 യാക്കോബ് എഴുതുന്നു, ഇത് എൻ്റെ ആയുസ് ഒരു ആവിയല്ലോ, എപ്പോൾ വേണമെങ്കിലും പറന്നു പോകും. ഒരു ആവി, ഒരു മൺപുര, ഒരു കൂടാരം. യോബ് എഴുതുന്ന യോബ് 7:6 ഒരു എൻ്റെ ആയുസ് നെയ്ത്ത് ഓടം. കണ്ടിട്ടുണ്ടോ? നെയ്ത്ത് ഓടം ഇങ്ങനെ അടിക്കുമ്പോൾ കണ്ണിനെ വെട്ടിക്കൊണ്ട് നെയ്ത്തിൻ്റെ ഓടം ഇങ്ങോട്ട് ഓടും, ഇങ്ങോട്ടടിക്കുമ്പോൾ കണ്ണിനെ വെട്ടിക്കൊണ്ട് നെയ്ത്ത് ഓടം ഇങ്ങോട്ട് ഓടും. വേഗം പറന്നു പോകുന്ന ആയുസ് നെയ്ത്തോടം, വീവേഴ്സ് ഷട്ടിൽ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സങ്കീർത്തനക്കാരൻ ദാവീദ് എഴുതുന്ന, എൻ്റെ ആയുസ് ഒരു കൃമിയുടെ ആയുസ്. കിങ് രാജ എഴുതുന്ന, ഐ ആം എ വാം, ഐ എം നോട്ട് എ മാൻ. ഞാൻ മനുഷ്യനല്ല, ദൈവം മുമ്പായി ഒരു കൃമി. സ്വഭാവം മാറണം, നമ്മുടെ സ്വഭാവം മാറണം. രാജ കിങ് എഴുതുന്നു, ഐ ആം നോട്ട് എ മാൻ ബിഫോർ ഗാഡ്, ഐ ആം എ വാം. ഞാനൊരു കൃമി. അതേ സ്ഥാനത്ത് ആബ്രഹാം ദൈവസന്നിധിയിൽ ഭക്ഷപിച്ച്, ദൈവസന്നിധിയിൽ കണ്ണീരോട് പറയുന്നു. ഉൽപ്പത്തി 18:27 ഐ ആം ഡസ്റ്റ്, ഞാൻ ഒരു പിടി പൊടി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ദൈവം മുമ്പായി വെറും ഒരു പിടി പൊടി മാത്രം. ആ ആബ്രഹാമിന് ദൈവം മറ്റാർക്കും കാണിച്ചു കൊടുക്കാത്ത രഹസ്യം, ഞാൻ ചെയ്യുവാൻ ഇരിക്കുന്നത് ആബ്രഹാം നിന്നോട് മറയ്ക്കുമോ? ദൈവം അവന് മാത്രം വെളിപ്പെടുത്തി കൊടുത്തു. 7ാമത് വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന, ഇത് നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കണം പ്രിയമുള്ളവരെ. ഉൽപ്പത്തി പുസ്തകം 31:42 വചനത്തിൽ ദൈവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇസഹാക്കിന്റെ ഭയവുമായ ദൈവം. ഒന്ന് പറയാമോ വാ തുറന്ന്? ഇസഹാക്കിന്റെ പോരാ, ഇസഹാക്കിന്റെ പോരാ, ഇസഹാക്കിന്റെ ഭയവുമായ ദൈവം. ആ ഇസഹാക്കിന്റെ സ്ഥാനത്ത് നമ്മുടെ പേരെഴുതണം. നമ്മുടെ പേര് സുന്ദർ സിംഗിന്റെ ഭയവുമായ ദൈവം. നിങ്ങൾ നിങ്ങളുടെ പേരെഴുതി 1000 പ്രാവശ്യം പറയണം, എൻ്റെ ഭയവുമായ ദൈവം. നിന്റെയും എൻ്റെയും ഭയം ദൈവത്തിൽ മാത്രമായാൽ, ഉൽപ്പത്തി പുസ്തകം 26:1 മുതൽ താഴെ ഉള്ള വചനം, ഭയങ്കര വചനം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 26:2 വചനത്തിലെ ഇസഹാക്കിനോട് ദൈവം തമ്പുരാൻ അരുളിച്ചെയ്യുന്ന, നീ ഈജിപ്തിലേക്ക് പോകരുത്, നീ 26:1 വചനത്തിൽ ഈ ദേശത്ത് പാർക്കുക. ഉൽപ്പത്തി പുസ്തകം 26:12 വചനത്തിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആ കൽപ്പന അനുസരിച്ച് ഇസഹാക്ക്
മിസ്രൈമിലേക്ക് പോകാതെ ദൈവം അരുളി ചെയ്ത ഹെറാർ എന്നുള്ള ദേശത്ത് പാർത്ത്, ഹെറാർ ദേശമോ പുഷ്ടിയുള്ള ദേശമല്ല, അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ക്ഷാമം നിറഞ്ഞ ദേശമാണ്. ആഹാരത്തിന് ഒരാൾ മറ്റാളിനെ പിടിച്ച് തിന്നുന്ന കാലത്ത് ഇസ്ഹാക്കിനോട് പറയുന്ന ദൈവം, നീ ഇവിടെ പാർക്കണം, നീ പുഷ്ടി അന്വേഷിച്ച് വേറെ എവിടെയും പോകരുത്, ഈ ക്ഷാമദേശത്ത് നീ പാർക്കണം, കാരണം നീ എന്നെ ഭയപ്പെടുന്നാൾ. മറ്റാളുകൾ തമ്മിൽ പിടിച്ച് മനുഷ്യന്റെ മാംസം തിന്നുമ്പോൾ നിന്നെ മാത്രം ദൈവമായ ഞാൻ, നീ ഭയപ്പെടുന്ന ദൈവമായ ഞാൻ, മകനെ പുഷ്ടിക്കൊണ്ട് നിന്നെ മാത്രം അനുഗ്രഹിക്കും. ദൈവത്തെ ഭയപ്പെട്ടാൽ നിനക്ക് ബുദ്ധിമുട്ടല്ല വരുന്നത്, പുഷ്ടിയാണ് വരുന്നത്. മറ്റാളുകൾ ക്ഷാമം കൊണ്ട് വലഞ്ഞപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവൻ ക്ഷാമത്തിൻ്റെ ദേശം തിരഞ്ഞെടുത്ത് അവിടെ പാർത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ മാത്രം അനുഗ്രഹിച്ച് വിത്ത് വിതച്ചതെല്ലാം നൂറുമേനിയായി മടക്കി കൊടുത്ത് അവൻ വർദ്ധിച്ച് 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 വലിയ ധനവാനായി തീർന്ന് ഒരു വലിയ സ്തോത്രത്തോട് ഈ വചനം സ്വീകരിച്ചാട്ടെ. വലിയ സ്തോത്രത്തോട് നിന്റെ ജീവിതത്തിൽ ഇസ്ഹാക്കിന്റെ ഈ വർക്ക് നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ നടക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ രക്ഷിതാവേ നിൻ വരവ് കാട്ട് കാട്ട് ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. എൻ രക്ഷിതാവേ നിൻ വരവ് കാട്ട് കാട്ട് ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. നിന്നെ കാണുമ്പോൾ നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോം. വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ആകയാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടത് സർവത്തിൻ്റെയും സാരം ദൈവപൈതലെ കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെടുക, അവൻ്റെ ശബ്ദം ആയ ദൈവവചനം പ്രമാണിക്കുക. ഇവിടെ ഇതാണ് ശരിക്കുമുള്ള ദൈവഭയം. പലരും പലതിനെയും ഇന്ന് ഭയപ്പെടുന്നു. പലരും പലതിനെയും. ബൈബിൾ ക്ലിയറായി നമ്മെ പഠിപ്പിക്കുന്നു, നീ പിശാസിനെ ഭയപ്പെടരുത്. മത്തായി 10:28 ദോഷം വരുമോ, സദസ്സഭയ്ക്ക് 1:33 നീ ഭയപ്പെടരുത്, കാരണം നമ്മുടെ ദൈവം, നീ ദൈവത്തെ ഭയപ്പെട്ടാൽ എല്ലാ ദോഷത്തെയും ഗുണമാക്കി തീർക്കുന്നവൻ. 2009 ജനുവരി 20 22 വർഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ് പെട്ടെന്ന് മരിച്ചു പലർക്കും പാട്ടായപ്പോൾ ആ ദോഷം, ആ കഷ്ടം, ആ ശോധന അതേ ജനുവരി 20 3 ആണ്ട് കഴിഞ്ഞപ്പോൾ പൊന്നു തമ്പുരാൻ മടക്കി തന്ന്. അന്ന് പോയത് പെണ്ണാണെങ്കിൽ ഇന്ന് വന്നത് ഒരു ആണായിരുന്നു. ഈ ദൈവമാണ് നിന്റെ ദൈവം.
10 ആൺകുട്ടികൾ പോയല്ലോ എന്ന് യോബ് നിലവിളിച്ചപ്പോൾ രട്ടിപ്പായി എഴുതി വച്ചു മടക്കി തന്ന വലിയ ദൈവം. ഭയപ്പെടുക ദൈവത്തെ. പിശാസിനെ ഭയപ്പെടരുത്, ദോഷഭയമരുത്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ദൈവ പൈതലെ, ആവർത്തനം 1:17 മനുഷ്യനെയും നീ ഭയപ്പെടരുത്. ആവർത്തനം 1:17 ഭയപ്പെടേണ്ട ദൈവത്തെ നീ ഭയപ്പെട്ടാൽ ഈ കാര്യങ്ങൾ ഒന്നും നീ ഭയപ്പെടുവാനുള്ള ആവശ്യം വരികയേയില്ല. മനുഷ്യനെ നീ ഭയപ്പെടരുത്. മനുഷ്യൻ നിന്നെ നിന്ദിക്കും. 2 തിമോത്തിയോസ് 3:12 ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ള ഏവർക്കും ഭൂമിയിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ഉപദ്രവം. നമ്പർ 1, മനുഷ്യൻ നിന്നെ നിന്ദിക്കും. 1 സാമുവേൽ 17:42 ഗോലിയാത്ത് പൊക്കമും പ്രാപ്തിയും വണ്ണമും സർവ സജ്ജീകരണമും ഉണ്ടായിരുന്ന ഗോലിയാത്ത് കോമള രൂപിയും ദൈവഭക്തനുമായ ദാവീദിനെ കണ്ടിട്ട് ഒരു വാക്ക് പറഞ്ഞ്, യു ആർ ബട്ട് ആൻഡ് യൂത്ത്, നീ ധീര ബാലനല്ലോ, നീ എന്തിനീ ഇവിടെ വന്ന് നിന്ദിച്ചു. The Bible there says he disdained him. അവനെ നിന്ദിച്ചു. ദാവീദിനെ, ദൈവഭക്തന്, ദൈവത്തെ ഭയപ്പെടുന്നവന്, പരാക്രമശാലി എന്ന് കരുതപ്പെട്ട ദുഷ്ടൻ ഗോലിയാത്ത് നിന്ദിച്ചു. മനുഷ്യൻ നിന്നെ നിന്ദിക്കും. നീ ധീര ബാലനല്ലോ, ഇവനാണോ, ഈ ജാതിയിൽപ്പെട്ട ഇവളാണോ എന്ന് നിന്ദിക്കും. അതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഐസയ്യ 51:7 മനുഷ്യന്റെ നിന്ദയെ നീ ഭയപ്പെടേണ്ട. രണ്ടാമത്, നിന്ദയിൽ നീ കുടുങ്ങിയില്ല എങ്കിൽ നിന്നെ അവൻ ഭീഷണിപ്പെടുത്തും. 1 സാമുവേൽ 17:44 ഗോലിയാത്ത് ദാവീദിനെ ഭീഷണിപ്പെടുത്തി, ഇങ്ങ് വാ, നിന്റെ മാംസം ആകാശ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഞാൻ ഇരയാക്കും. He threatened him. അതാണ് ബൈബിൾ പത്രോസ് മുഖാന്തരം നമ്മ പഠിപ്പിക്കുന്ന 1 പത്രോസ് 3:14 നീ ദൈവത്തിന് ഭയപ്പെടുന്ന ആളായിരുന്നാൽ മനുഷ്യന്റെ ഭീഷണിയെ നീ ഭയപ്പെടേണ്ട. ഒരു കാര്യം ശ്രദ്ധിക്കാം, ലോക മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്ന നിന്നെ നിന്ദിച്ചേക്കാം, ഭീഷണി ഉയർത്തിയേക്കാം, പക്ഷെ നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. എഴുതിയെടുത്തുകൊള്ളുക. ആകയാൽ എല്ലാ ആളുകൾക്കും വേണ്ടത് ദൈവഭയം. സർവത്തിൻ്റെയും സാരം ക്രിസ്തുവിനെ ഭയപ്പെട്ട് അവൻ്റെ പ്രമാണം അനുഷ്ഠിക്കുക. അതാകുന്ന എല്ലാവർക്കും വേണ്ടത്. നമുക്ക് എഴുന്നേൽക്കാം. ആമേൻ. ഒരു 5-8 മിനിറ്റ് വേറെ ഒന്നും ചിന്തിക്കരുത്. എല്ലാം ദൈവം നിങ്ങൾക്ക് കരുതിക്കൊള്ളും. ദൈവസന്നിധിയിൽ കരയുക. ജീവിതം യേശുവിന് ഏൽപ്പിച്ചു കൊടുത്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിക്ക് പോകാം, സെക്രട്ടറി ആയിരിക്കാം, പട്ടക്കാരനും ബിഷപ്പുമായിരിക്കാം. പക്ഷെ ഈ തമ്പുരാൻ ക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കരയുക. എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഹൃദയത്തിൽ അപ്പാ വരണമേ, വരണമേ, വരണമേ. യേശുവേ, എൻ്റെ പാപ അക്രമം മഹാപരിശുദ്ധനായ അങ്ങയുടെ തോളിൽ ചുമത്തപ്പെട്ടുവല്ലോ, അങ്ങ് തകർക്കപ്പെട്ടുവല്ലോ, അങ്ങ് മരണം വരെ എത്തിച്ചേർന്നല്ലോ.
പക്ഷെ മരണത്തിന് അങ്ങേ അടക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. ആ കർത്താവ് മേഘാരുടനായി വരുന്നവൻ ഉള്ളു തുറക്കുക, എൻ്റെ ഉള്ളിൽ വരണമേ നിലവിളിച്ചാട്ടെ. മൗനമായി നിന്നാൽ പോരാ, മൗനമായി പ്രാർത്ഥിച്ചാൽ പോരാ, നിലവിളിക്കണം, നിലവിളിക്കണം, നിലവിളിക്കണം. എല്ലാ ആളുകളും ശക്തിയോട് 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 യേശുവേ. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. യേശുവേ. എല്ലാവരും പോരാ പോരാ പോരാ. യേശുവേ, ദൈവമേ, എൻ്റെ ഉള്ളിൽ ഏൽപ്പിക്കുന്നപ്പാ, എൻ്റെ ഉള്ളിൽ ഏൽപ്പിക്കുന്നപ്പാ, എൻ്റെ ഹൃദയം അങ്ങേക്ക് ഏൽപ്പിക്കുന്നപ്പാ. നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. തീ 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 തീ. ഉള്ളിലെ ശുദ്ധീകരണം, ഉള്ളിലെ ശുദ്ധീകരണം. ഓരോ ആളുകളുടെ ഉള്ളുകളിലും ശുദ്ധീകരണം, ശുദ്ധീകരണം, ശുദ്ധീകരണം. ദൈവം ഒരു മനുഷ്യനല്ല, ദൈവം ഒരു കല്ല് അല്ല. ദൈവം ദൈവം തന്നെയാകുന്നു, ദൈവം ദൈവം തന്നെയാകുന്നു. ഭയപ്പെടുക, ഭയപ്പെടുക. പാപം ചെയ്യാണ്ടിരുപ്പാൻ ദൈവത്തിങ്കലുള്ള ഭയം, അത് മരണത്തിൽ നിന്ന് എന്നെ കാക്കുന്ന കവചമാണ്, കവചമാണ്. ഓ, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു. സ്വർഗീയ തീ ഇറങ്ങുന്നു, സ്വർഗീയ തീ ഇറങ്ങുന്നു. കണ്ണും തുറന്ന് നോക്കി നിൽക്കല്ലേ. തീ ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു. ആമേ. പരിശുദ്ധാത്മാ അഗ്നി, പരിശുദ്ധാത്മാ അഗ്നി, പരിശുദ്ധാത്മാ അഗ്നി. ഓരോ ആളുകളിലും, ഓരോ ആളുകളിലും എന്നും രോഗം. ചില ആളുകൾക്ക് എന്നും പനി, എന്നും തലവേദന, എന്നും ചുമ, എന്നും ആസ്പത്രി. ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഉള്ള ആളുകൾ കട്ടായമായി ഏൽപ്പിച്ചു കൊടുക്കണം. എന്നും ആസ്പത്രി കയറി ഇറങ്ങുന്ന ആളുകൾ, അത് നിനക്ക് അനുഗ്രഹമല്ല, നിന്റെ തലയ്ക്ക് മേൽ വീണ ശാപമാണ്. ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഈ ദൈവത്തെ ഭയപ്പെടുക, ഭയപ്പെടുക, വിറയ്ക്കുക, വിറയ്ക്കുക. യേശുവേ, ഇനി ഒരു രോഗം ഇവിടെ ആസ്പത്രിയിൽ കയറ്റാത്ത രീതിയിൽ കവചമിറക്കണമേ, കവചമിറക്കണമേ, കവചമിറക്കണമേ. ഇപ്പോൾ 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 കവചം ഇറങ്ങുന്നു, കവചം ഇറങ്ങുന്നു. ആരോഗ്യമെന്നുള്ള കവചം, ദൈവഭയം നിമിത്തം ലഭിക്കുന്ന കവചം നിന്നെ ചുറ്റും ഇറങ്ങുന്നുടാ. കുടുംബങ്ങളിൽ പോര്, കുടുംബങ്ങളിൽ പോര്, കുടുംബത്തിൻ്റെ അകത്ത് പോര്. യേശുവേ, സമാധാനത്തിൻ പ്രഭുവേ, ഇവിടെ കൊച്ചു കുടുംബങ്ങളിൽ അങ്ങയുടെ ദിവ്യ സമാധാനം ഇറങ്ങട്ടെ, ദിവ്യ സമാധാനം വ്യാപരിക്കട്ടെ, ദിവ്യ സമാധാനം ഇറങ്ങട്ടെ. ഇവിടെ കുടുംബത്തിലെ സമാധാനത്തെ കാർന്ന് തിന്നുന്ന ഇരുളിൻ്റെ പഴയ സർപ്പം എന്നുള്ള പേയുടെ കരം യേശു തന്ന അധികാരത്തിൽ, യേശുവിൻ നാമത്തിൽ ഞാൻ മുറിക്കുന്നുടാ, മുറിക്കുന്നുടാ, മുറിക്കുന്നുടാ. അഗ്നി മഴ. ആറാണി ലില്ലി, ലില്ലി 6 മക്കളുടെ മാതാവേ, ഈ 6ൽ ഒന്നുപോലെ നിന്നെ ഉപകരിക്കുന്നില്ല. നിലവിളിയോടെ തിരിക്കുന്ന ലില്ലി, കുടുംബത്തിൽ സമാധാനം വ്യാപരിക്കുന്നു, കുടുംബത്തിൽ സമാധാനം വ്യാപരിക്കുന്നു. അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ. എല്ലാവരും എല്ലാവരും ആത്മനിറവ് പ്രാപിക്കുക. വടി പോലെ നിൽക്കല്ലേ, വടി പോലെ നിൽക്കല്ലേ. സകലരും സകലരും
സകലരും ആത്മനിറവ് പ്രാപിച്ചാട്ടെ, ആത്മനിറവ് പ്രാപിച്ചാട്ടെ, ആത്മനിറവ് പ്രാപിച്ചാട്ടെ. കൊണ്ടുവന്ന മുളകൾ അപ്രത്യക്ഷമാകുന്നു, കൊണ്ടുവന്ന കട്ടികൾ അപ്രത്യക്ഷമാകുന്നു. വയറിലെ സർജറിക്ക് വേണ്ടി ഒരുക്കിയ മഹാക്രൂര രോഗം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോ, 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 മാറിപ്പോ. നന്ദി, നന്ദി, നന്ദി തമ്പുരാനേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി. മക്കളില്ലാതെ നിലവിളിയോട് നിന്റെ കൂടെ വേലി കടന്ന് ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മക്കളില്ലാതെ മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ വയറിൽ കരമരിച്ചുകൊള്ളുക, വയറിൽ കരമരിച്ചുകൊള്ളുക. യേശുവിൻ നാമത്തിൽ വിടുതൽ, 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 വിടുതൽ. യേശുവിൻ നാമത്തിൽ ഒരു അത്ഭുതം, ഒരു അത്ഭുതം. ഇപ്പോൾ ഇപ്പോൾ ചില തടസ്സങ്ങൾ ഭവനങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ തടസ്സം, വിവാഹത്തിന് തടസ്സം, വീട് വയ്ക്കുവാൻ തടസ്സം, ജീവനോടൊരു കുഞ്ഞ് ലഭിക്കുവാൻ തടസ്സം, സാമ്പത്തിക ബുദ്ധിമുട്ട്, അതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ തടസ്സം, തടസ്സം അതിൽ തകർക്കുന്നവൻ നിന്റെ മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു, നിന്റെ മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. ഒരു സ്ഥിരമായ ഉപജീവന മാർഗം ലഭിക്കുവാൻ തടസ്സം, ഒരു ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുവാൻ തടസ്സം, ഇന്റർവ്യൂവിൽ ശോഭിപ്പാൻ തടസ്സം. ഓ യേശുവേ, help everyone, help everyone, help everyone. സഹായിക്കണം, അങ്ങയുടെ മക്കളെ സഹായിക്കണം. അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ. ഉള്ളിലെ ഭയം, ദുസ്വപ്നം മാറിപ്പോ. ഉറക്കം കിട്ടാത്ത ആളുകളിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇറങ്ങുന്നു. കിടന്നുറക്കം നൽകണം, കിടന്നുറക്കം നൽകണം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ അങ്ങ് നൽകി കഴിഞ്ഞതിനായി നന്ദി, 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 നന്ദി. യേശുവേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി. ഇന്നലേക്കാൾ ഇന്നോ ഞാൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഓ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാൻ രക്ഷിതാവ് കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കാം എല്ലാ നാളും ഞാൻ, നാളും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം പൂകുമ്പോൾ ആടിനാരംഭോ, ക്ഷാമം പൂകുമ്പോ ആടിനാരംഭോ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ഓം തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. അഗ്നി, അഗ്നി,
അഗ്നി 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 നിറച്ചതിനായി നന്ദി. ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തുയേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നമ്മോരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ.